ടി വാസുദേവൻ നായർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടി വാസുദേവൻ നായരെ കുറിച്ചാണ്. ഡിഗ്രി ലെവൽ മുതൽ LGS മുതൽ LD 10th ലെവൽ +2 ഡിഗ്രി എല്ലാത്തിനും ആവശ്യമായ ടിയെ കുറിച്ചുള്ള സമ്പൂർണ്ണ ഒരു ഫാക്റ്റാണ്. ടി വാസുദേവൻ നായർ 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ജനിച്ചത്. അപ്പോൾ 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ജനിച്ചത്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് പൂർണ്ണമായ പേര്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാഹിത്യരചനകൾ തുടങ്ങി. വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുന്ന സമയത്ത് രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങി. എന്താണ് രക്തം പുരണ്ട മൺതരികൾ? വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കേട്ടോ. 1954 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി സംഘടിപ്പിച്ച ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥ 1ാം സ്ഥാനം നേടി. ഏതാണ് വളർത്തുമൃഗങ്ങൾ? ഇതോടെയാണ് ടി സാഹിത്യ രംഗത്ത് പ്രശസ്തനായത്. മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് നാലുകെട്ട്. 1958 കേട്ടോ വർഷം. നാലുകെട്ട് ഇറങ്ങിയ വർഷം 1958. ആ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ആദ്യ നോവലായ നാലുകെട്ടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1964-65 സ്വന്തം കഥയായ മുറപ്പെണ്ണിനെ തിരക്കഥ എഴുതിയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 1973 ടി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതി സ്വർണ്ണപ്പതക്കം ലഭിച്ചു. അപ്പം 73 നിർമാല്യം സംവിധാനം ചെയ്തതാണ് കേട്ടോ. നിർമാല്യം സംവിധാനം ചെയ്തു. മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കം ലഭിച്ചു. 1992 ടി തുഞ്ചൻ സ്മാരക സമിതി ചെയർമാനായി. നിളാനദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പലപ്പോഴായി എഴുതിയ ലേഖനങ്ങൾ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന പേരിൽ എന്ത് ചെയ്തു? നിളാനദിയെയും ചുറ്റുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് എന്ത് ചെയ്ത് ലേഖനങ്ങൾ എഴുതി. നോവലല്ല, ലേഖനങ്ങൾ. കണ്ണാന്തളിപ്പൂക്കളുടെ കാലം. 1995 കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനത്തെത്തി. 95 എന്ത് ചെയ്ത് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത്. 1995 ടിക്ക് ജ്ഞാനപീഠം ലഭിച്ചത്. 9 നോവലുകൾ, 19ഓളം ചെറുകഥകൾ, 6 സിനിമകൾ സംവിധാനം, 50ഓളം തിരക്കഥകൾ രചിച്ചു. അപ്പോൾ 9 നോവലുകൾ, 19ഓളം ചെറുകഥകൾ, 6 സിനിമാ സംവിധാനം, 50ഓളം തിരക്കഥകൾ. 9 നോവൽ, 19ഓളം ചെറുകഥ, 6 സിനിമാ സംവിധാനം, 50 തിരക്കഥ. 21 സംസ്ഥാന ചലച്ചിത്ര അവാർഡും 7 ദേശീയ അവാർഡും ലഭിച്ചു. 21 സംസ്ഥാന ചലച്ചിത്ര അവാർഡും 7 ദേശീയ അവാർഡും. ടിയുടെ ഒരേ ഒരു നാടകം കോപുരനടയിൽ. 2024 ഡിസംബർ 25 അന്തരിച്ചു. 2024 ഡിസംബർ 25. ഡേറ്റ് എന്തായാലും ഓർത്ത് വെക്കണം. ചിലപ്പോൾ ഡേറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ 2024 ഡിസംബർ 25 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ നോക്കാം. നോവലുകളാണ് ഈ വായിക്കാൻ പോകുന്നത്. 2-ാം ഊഴം, മഞ്ഞ്, നാലുകെട്ട്, അസുരവിത്ത്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, വാരണാസി, കാലം, അറബിപ്പൊന്ന് NP മുഹമ്മദുമായി ചേർന്ന് രചിച്ച നോവലാണ്. കളിവീട്. അപ്പോൾ പ്രധാന കഥകൾ ഒന്നുകൂടി നോക്കാം. നിന്റെ ഓർമ്മയ്ക്ക്, കുട്ടിയടത്തി, ഒളവും തീരവും, കളിവീട്, വാനപ്രസ്ഥം, ഇരുട്ടിൻ്റെ ആത്മാവ്, വാരിക്കുഴി, ഓപ്പോൾ, സ്വർഗം തുറക്കുന്ന സമയം, കർക്കിടകം, ബന്ധനം, പതനം. നാടകമാണ് ഒരേ ഒരു നാടകം കോപുരനടയിൽ. സംവിധാനം നിർമാല്യം 1973, ബന്ധനം 1978, ദേവലോകം 1979, വാരിക്കുഴി 1982, മഞ്ഞ് 1983, കടവ് 1991, ഒരു ചെറുപുഞ്ചിരി 2000. പ്രധാന തിരക്കഥകൾ ആരണ്യകം 1988, ഉത്തരം 1989, ഒരു വടക്കൻ വീരഗാഥ 1989. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. ആരണ്യകം 1988, ഉത്തരം 1989, ഒരു വടക്കൻ വീരഗാഥ 1989. പെരുന്തച്ഛൻ 1990,
തായ്വാരം 1990, സതയം 1992, പരിണയം 1994, സുഹൃതം 1994, ദയ 1998, എന്ന് സ്വന്തം ജാനകിക്കുട്ടി 1998, ഒരു ചെറുപുഞ്ചിരി 2000, ഏഴാമത്തെ വരവ് 2013, നീലത്താമര 2009, കേരളവർമ്മ പഴശ്ശിരാജ 2009. ഈ നിർമ്മാണം MTയുടെ നിർമ്മാണം സിനിമാ നിർമ്മാണങ്ങൾ നിർമാല്യം 1973, കടവ് 1991. ഈ നിർമാല്യം എന്ത് ചെയ്തിട്ടുണ്ട്? നിർമാല്യമാണ് കേരളം അല്ല MT സംവിധാനം ചെയ്തിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. MT സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും സിനിമയാണിത് നിർമാല്യം. അതുപോലെ കടവും നിർമാല്യം എന്താണ്? MT സംവിധാനവും നിർമ്മാണവും ചെയ്ത സിനിമയാണ്. ഓക്കെ, ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ. നാഷണൽ ഫിലിം അവാർഡ് 1973 മികച്ച സിനിമ നിർമാല്യത്തിന് ലഭിച്ചു. 89 മികച്ച തിരക്കഥാ വിഭാഗത്തിൽ ഒരു വടക്കൻ വീരഗാഥയ്ക്ക് ലഭിച്ചു. 1991 മികച്ച തിരക്കഥയ്ക്ക് കടവ് എന്ന സിനിമയ്ക്ക് മികച്ച തിരക്കഥാ ലേബലിൽ ദേശീയ അവാർഡ് ലഭിച്ചു. 1991 മികച്ച മലയാളം ഫീച്ചർ ഫിലിം എന്ന വിഭാഗത്തിൽ കടവിന് ദേശീയ അവാർഡ് ലഭിച്ചു. 92 മികച്ച തിരക്കഥയിൽ സതയം എന്ന സിനിമയ്ക്ക് ലഭിച്ചു. 1994 മികച്ച തിരക്കഥയ്ക്ക് പരിണയം എന്ന സിനിമയ്ക്ക് ലഭിച്ചു. 2000 മികച്ച പരിസ്ഥിതി സംരക്ഷണ ചിത്രത്തിനുള്ള പുരസ്കാരം ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയ്ക്ക് ലഭിച്ചു. ഈ സാഹിത്യ അവാർഡുകൾ, ഇതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് സാധനമാണ് സാഹിത്യ അവാർഡുകൾ. 1958 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നാലുകെട്ട് എന്ന നോവലിന് ലഭിച്ചു. 1958 കേരള സാഹിത്യ അക്കാദമി നാലുകെട്ടിന്. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കാലം. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഇതിനാണ്, കാലത്തിനാണ്. ഏതാ വർഷം? 1970. മികച്ച നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഗോപുരനടയിൽ. ഒരു നാടകം ഏതാണ്? ഗോപുരനടയിലാണ്. 1982. വയലാർ അവാർഡ് ഏത് കൃതിക്ക് കിട്ടി? രണ്ടാമൂഴത്തിനാണ് കിട്ടിയത്. ഏതാ വർഷം? 1985. മികച്ച ചെറുകഥക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് സ്വർഗം തുറക്കുന്ന സമയം. മികച്ച ചെറുകഥക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇതിനാണ് ലഭിച്ചത്, സ്വർഗം തുറക്കുന്ന സമയം, 1986. ഓടക്കുഴൽ അവാർഡ് വാനപ്രസ്ഥം. വയലാർ അവാർഡ് ഏതായിരുന്നു? രണ്ടാമൂഴം, 1985. എന്നാൽ ഓടക്കുഴൽ വാനപ്രസ്ഥം 1993. പിന്നെ 94 മുട്ടത്ത് വർഗീയ പുരസ്കാരം ലഭിച്ചു. 95 ജ്ഞാനപീഠം ഇമ്പോർട്ടൻറ്റ് 1995 ജ്ഞാനപീഠം 1995 ജ്ഞാനപീഠം. 98 പത്മരാജൻ പുരസ്കാരം കൃതി കാഴ്ച. 2005 പത്മഭൂഷൺ ഇമ്പോർട്ടൻറ്റ് 2005 പത്മഭൂഷൺ. 95 ജ്ഞാനപീഠം, 2005 പത്മഭൂഷൺ. 2005 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. 2005 വള്ളത്തോൾ അവാർഡ്. 2005 മാതൃഭൂമി സാഹിത്യ അവാർഡ്. ഒരു വർഷം തന്നെ കിട്ടിയ 3 സിമ്പിളാണ് പഠിക്കാൻ. 2005 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. 2005 വള്ളത്തോൾ അവാർഡ്. 2005 മാതൃഭൂമി സാഹിത്യ അവാർഡ്. 2011 എഴുത്തച്ഛൻ അവാർഡ് 2011. 2013 JC ഡാനിയൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്. 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. 2014 ബാലാമണിയമ്മ അവാർഡ്. 2015 തകഴി അവാർഡ്. 2018 ONV സാഹിത്യ അവാർഡ്. 2022 പ്രഥമ കേരള ജ്യോതി അവാർഡ്. ഏത് വർഷം? 2022 കേട്ടോ.